നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിൽ എങ്ങനെ സാമ്പാർ പൊടി തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 20 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. എരിവ് കുറച്ച് മതി എന്നുള്ള ആളുകൾക്ക് പകുതി പിരിയമുളകും പകുതി നല്ല എരിവുള്ള മുളകുമായിട്ട് എടുക്കാം. അപ്പം നമ്മളിത് എരിവ് ഉള്ള മുളക് തന്നെയാണ് 20 എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ പരിപ്പ്, 1 ടീസ്പൂൺ അരി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കുരുമുളക്. മഞ്ഞൾ നമ്മൾ വീട്ടിൽ ഉണക്കിയ മഞ്ഞളാണ്, മഞ്ഞളായിട്ട് എടുത്തിരിക്കുന്നത്. 20 ഗ്രാം കട്ടക്കായമാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചേരുവകളെല്ലാം നമുക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കാം, കാരണം എല്ലാത്തിനും പല മൂപ്പല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് മുളക് വറുത്തെടുക്കാം. നമ്മൾ വീട്ടിൽ ഇതേപോലെ സാമ്പാർ പൊടിയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന സാമ്പാർ പൊടിയിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ വറുത്ത് പൊടിച്ചെടുക്കുമ്പോൾ എങ്ങനെയായാലും ഒരു 150 ഗ്രാം സാമ്പാർ പൊടി അത്രയുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്രയോളം നമുക്കിപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ സാമ്പാർ പൊടികളൊക്കെ വീട്ടിൽ തയ്യാറാക്കി വെച്ചാൽ നമുക്കൊരു 6 മാസത്തോളം കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ ജലാംശം ഒട്ടും തന്നെ ഉണ്ടാകരുത്. എല്ലാം നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം വേണം എടുക്കാനായിട്ട്. ഇതെല്ലാം നമ്മൾ കഴുകി ഉണക്കിയ ചേരുവകളാണ്, എന്നിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ ഇതൊക്കെ മുമ്പ് ഇതേപോലെ സാമ്പാർ പൊടി തയ്യാറാക്കി വീട്ടിൽ തന്നെ സാമ്പാർ ചെയ്തിട്ട് നല്ല അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ. കായമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ കട്ടക്കായമാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മുളക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ പരുവത്തിന് മൂത്ത് കിട്ടിയാൽ മതി. കണ്ടില്ലേ? ഇനി നമുക്ക് മല്ലി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്കിതെല്ലാം നന്നായിട്ട് കഴുകി ഉണക്കി എല്ലാ ചേരുവകളും കഴുകി ഉണക്കിയിട്ട് നമുക്ക് വറുത്ത് പൊടിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ മല്ലി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. മല്ലിയെല്ലാം നന്നായിട്ട് പൊട്ടുന്ന സൗണ്ട് കണ്ടില്ലേ? ഇരുന്ന് പൊട്ടും. ഇത് പൊട്ടിക്കഴിയുമ്പോൾ പിന്നെ ഒത്തിരി നേരം ഇട്ട് മൂപ്പിക്കരുത്, കറുത്തു പോവും. ഈ പരുവത്തിനാകുമ്പം അത് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി അരിയും ഉഴുന്നും പരിപ്പും കൂടെ നമുക്ക് വറുത്തെടുക്കാം. അരി ചേർക്കുക എന്ന് വെച്ചാൽ സാമ്പാറിന് നല്ലൊരു കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അരിയും കൂടി ഇട്ട് നമ്മൾ വറുത്ത് പൊടിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 3 കണ്ട് നല്ല തനി നാടൻ കറിവേപ്പിലയാണ്, അതുകൂടെ ഇട്ട് കൊടുക്കാം. അതുമെല്ലാം നമ്മൾ വൃത്തിയായിട്ട് കഴുകി മാറ്റി വെച്ചതാണ്. ഇതെല്ലാം നന്നായിട്ട് വരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവ, നല്ല ജീരകം, കടുക്,
മഞ്ഞൾ, കുരുമുളക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കണം. കട്ടക്കായമാണ്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതേപോലെ പീസുകളാക്കിയിട്ട് ഒപ്പിച്ചെടുക്കാം. കായത്തിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് വേണ്ട ആളുകൾക്ക് ഇതിനകത്തേക്ക് കായപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത്രയും കായം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് വറുത്ത് ചേർത്ത് പൊടിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പിന്നെ കായപ്പൊടി നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കായം എല്ലാം നമ്മൾ മൂപ്പിച്ചെടുത്ത് കണ്ട കായം മൂത്ത് വരുമ്പോൾ നല്ല വെള്ള കളറിൽ വരും, കളർ ഷെയ്ഡ് മാറി വരും. അപ്പോൾ കായം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതാണ് കായം മൂക്കുന്ന പരുവം. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാ ചേരുവകളും നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം തണുത്ത് വരട്ടെ. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ മിക്സിയുടെ ജാറിൽ ജലാംശം ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ സാമ്പാർ പൊടി കേടായി പോവും. നന്നായിട്ട് ഉണങ്ങിയ ജാറിനകത്ത് വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. നല്ല വാസനയായിട്ട് സാമ്പാർ പൊടിയുടെ അതേ വാസനയാണ്. നമ്മൾ മുറി നിറച്ച് ഈ വാസന തന്നെയാണ്. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ പൊടിയാണ് ഇപ്പോൾ ഇവിടെ റെഡിയാക്കിയത്. ഇത് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള തണുത്തതിന് ശേഷം പൊടിയും നന്നായിട്ട് തണുക്കണം കേട്ടോ. പൊടിച്ചതിന് ശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിനകത്താക്കി വെച്ചേക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു 6 മാസമോളം കേടുകൂടാതെ നമുക്ക് വീട്ടിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അടിപൊളി സാമ്പാർ പൊടിയാണ്, കണ്ടില്ലേ. അപ്പോൾ ഇതുപോലൊരു സാമ്പാർ പൊടി തയ്യാറാക്കിയപ്പോൾ ഞങ്ങൾക്കിത് കുറേ ദിവസത്തേക്ക് ഉണ്ടാവും. അത് ഞങ്ങൾ അംഗസംഖ്യ കുറവാണ്. അംഗസംഖ്യ കൂടുതലുള്ള വീടുകൾ കൂടുതലാക്കി ചെയ്തു വെച്ചാലും നമുക്കിത് 6 മാസമോളം കേടുകൂടാതെ സൂക്ഷിക്കാം. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കിടിലൻ സാമ്പാർ പൊടിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക്